രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാമറയതായിട്ട് ഏതാണ്ട് 7 ദിവസങ്ങൾ പിന്നിടുകയാണ്. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും പോലീസ് പരിശോധന നടത്തിയിട്ടും രാഹുലിനെ പറ്റി ഒരു വിവരവും ലഭിച്ചിട്ടില്ല. മുൻ KSU നേതാവായിട്ടുള്ള ജോബി ജോസഫിനൊപ്പമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ബലാത്സംഗ കേസിൽ 2ാമത്തെ പ്രതിയാണ് ജോബി ജോസഫ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അരുൺ ആലത്തൂർ പാലക്കാട് നിന്നും നൽകും. അരുൺ, ഈ കേരളത്തിലെ ഒരു MLA കാണാതായിട്ട് 7 ദിവസം ആകുകയാണ്. ഇയാളുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ലഭിക്കുന്നില്ല. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകത്തിലുമൊക്കെ പരിശോധന നടത്തി. ഇടയ്ക്ക് കേരളത്തിൽ തന്നെ MLA മുങ്ങി നടക്കുകയാണെന്ന് വാർത്തകൾ വരുന്നു. പക്ഷേ ഇത്തരം കിംവദന്തികൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ നടക്കുന്നതല്ലാതെ കാര്യം നടക്കുന്നില്ല. 7 ദിവസമായി MLA മിസ്സിംഗ് ആണ്. തീർച്ചയായിട്ടും ഗൗതം, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ കഴിഞ്ഞ 7 ദിവസമായിട്ട് കാണാമറയത്ത് തന്നെയാണ്. രാഹുലാണെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടോടുകൂടെയാണ് പാലക്കാട് നിന്നും കടന്നു കളഞ്ഞത്. ആദ്യം പാലക്കാട്ടെ രാഹുലിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഈ രാഹുൽ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് പോയത്. സുഹൃത്തിൻ്റെ അടുത്ത് പോയി അതിനുശേഷം ഒരു ചുവന്ന പോളോ കാറിലായിരുന്നു സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോയത്. സുഹൃത്തിൻ്റെ അടുത്ത് നിന്നും നേരെ കൊഴിഞ്ഞാമ്പാറ വഴി തമിഴ്നാട് ഭാഗത്തേക്ക് എത്തി എന്നുള്ളതാണ്. അതിൽ തന്നെ നടുപ്പുണി ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ക്യാമറകൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ആ ക്യാമറകളുടെ കണ്ണിൽപ്പെടാതിരിക്കുന്നതിന് വേണ്ടി രാഹുൽ അവിടെ നിന്നും ക്യാമറ കണ്ണുകൾ വെട്ടിച്ച് മറ്റൊരു പാത സ്വീകരിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെ ഈ തമിഴ്നാട്ടിലേക്ക് എത്തിയതിന് ശേഷം പിന്നീട് ഈ ചുവന്ന പോളോ കാർ ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിലാണ് രാഹുൽ കടന്നു കളഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും ബാംഗ്ലൂരിൽ കഴിഞ്ഞ ദിവസം രാഹുലിനെ കണ്ടു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അവിടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെയും അതുപോലെ തന്നെ കർണാടകയുടെയും അതിർത്തി പ്രദേശത്താണ് രാഹുൽ ഇപ്പോഴും ഉള്ളത് എന്നുള്ള വിവരം പോലീസ് പറയുന്നുണ്ട്. ഒപ്പം രാഹുലിന് ധാരാളം സുഹൃത്തുക്കൾ ബംഗളൂരുവിലുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗളൂരുവിൽ രാഹുൽ ഉണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ പോലീസ് ആ ഭാഗത്ത് വലിയ പരിശോധന ബംഗളൂരു കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് SIT സംഘം പറയുന്നത്. പക്ഷേ ഇങ്ങനെ പരിശോധന നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും രാഹുലിന് 7 ദിവസമായിട്ട് പോലീസിന് പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഈ വിഷയം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള EDയുടെ സമൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ അറസ്റ്റ് പരമാവധി വൈകിപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഇടതുപക്ഷത്തിൻ്റെ ശ്രമമാണ് എന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. രാഹുലിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരിന് കടക്കാമെന്നിരിക്കെ ബോധപൂർവം ഈ ഒരു വിഷയം വൈകിപ്പിക്കുകയാണെന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. ഏതായാലും രാഹുൽ കാണാമറയത്ത് തുടരുമ്പോഴും കോൺഗ്രസ് രാഹുലിൻ്റെ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച പാലക്കാട്ടെ DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രാഹുൽ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ പറയാൻ കഴിയാതെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് പാലക്കാട് നിന്ന് കാണാൻ കഴിയുന്നത്. ഇന്നാണെങ്കിൽ പാലക്കാട് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഉൾപ്പെടെ ഉണ്ട്. അവർക്കൊക്കെ ഈ വിഷയത്തിൽ ഇനി എന്താണ് പറയാനുള്ളത്? നേരത്തെയൊക്കെ ഈ നേതാക്കളൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടേ ഇരുന്നത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഈ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, പരാതിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പരാതിക്കാരെ പോലും അപമാനിക്കുന്ന നിലപാടായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴേതായാലും കൃത്യമായിട്ട് പരാതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നല്ല, ഒന്നിനു പുറകെ ഒന്നായി പരാതികൾ തന്നെയാണ്. അതായത് അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത് ഈ ഷാഫി പറമ്പിൽ എന്തു പറയുന്നു എന്നുള്ളതാണല്ലോ. കാരണം ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ രാഹുൽ എത്തുന്ന ഘട്ടത്തിൽ രാഹുൽ തൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിനെ ആയിരുന്നു. മാത്രമല്ല ചില ചാനൽ അഭിമുഖത്തിലൊക്കെ ഷാഫി തന്നെ പറയുന്നുണ്ട്, താൻ ഇടുന്ന പോലത്തെ ഷർട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടുന്നത്, അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം വരെ താനാണ് നിശ്ചയിക്കുന്നത് എന്നൊക്കെയാണ് ഷാഫി പറയുന്നത് കേട്ടിട്ടുള്ളത്. ഇപ്പം ഷാഫിയും കൈയൊഴിഞ്ഞിരിക്കുകയാണോ രാഹുലിനെ? ഷാഫി പൂർണ്ണമായും കൈയൊഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഷാഫിയുടെ നമുക്കറിയാം വലിയ അനുയായിയാണ്, അടുപ്പക്കാരനാണ്. ഒപ്പം തന്നെ പാലക്കാട് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു മോശം വ്യക്തിയെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് ഷാഫിയാണ്. നമുക്ക് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയതിനേക്കാൾ കൂടുതൽ പാലക്കാട്ടെ വീടുകൾ കയറി ഇറങ്ങിയിട്ടുള്ളത് ഷാഫി ആയിരിക്കും. രാഹുലിനെയും കൊണ്ടു നടന്ന് വീടുകൾ കയറി ഇറങ്ങി തൻ്റെ ഒരു നോമിനി എന്ന തരത്തിലായിരുന്നു ഷാഫി രാഹുലിനെ അവതരിപ്പിച്ചത്.
സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരികയും പരാതികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പാലക്കാട്ടെ വോട്ടർമാർ ഷാഫിയോട് ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്, തങ്ങളുടെ തലയിൽ ഇങ്ങനെ ഒരു മോശം വ്യക്തിയെ ഷാഫി കെട്ടിവെച്ചല്ലോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഷാഫി വലിയ പ്രതിരോധത്തിലാണെന്നത് മാത്രമല്ല, ഷാഫി പലപ്പോഴും ഈ വിഷയങ്ങളൊക്കെ പൊന്തി വന്നതിന് ശേഷവും ഒളിഞ്ഞും തെളിഞ്ഞും രാഹുലിന് പിന്തുണ നൽകുന്ന നിലപാട് തന്നെയാണ് ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഷാഫി ഈ വിഷയത്തിൽ കടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ കെ മുരളീധരനൊക്കെ പറഞ്ഞതുപോലെയുള്ള ശക്തമായ നിലപാട് എടുക്കാൻ തയ്യാറാവുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത്തരം പ്രതികരണങ്ങൾ ഷാഫിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്. പ്രധാനമായിട്ടും ഒരു ആവശ്യം ഉയരുന്നത് ഈ രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്ന നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കണം എന്നുള്ളതാണ്. അതല്ലാതെ ഈ MLA സ്ഥാനത്ത് നിലനിർത്തുകയും ഒപ്പം MLA എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് രാഹുൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് രാഹുലിനെ ന്യായീകരിക്കുകയായിരുന്നു DCC പ്രസിഡന്റ് A തങ്കപ്പനും അതുപോലെ തന്നെ VK ശ്രീകണ്ഠനും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നത്. ഇപ്പോഴേതായാലും ഇത്തരം പരാതികൾ വന്ന പശ്ചാത്തലത്തിലെങ്കിലും രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്ന നടപടികൾ കോൺഗ്രസ് സ്വീകരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് രാഹുലിനെ എത്രയും വേഗം പിടികൂടാൻ കഴിയുമെന്നിരിക്കെ അത്തരം നടപടികളിലേക്ക് ഇപ്പോഴും കഴിയാതെ ഈ അറസ്റ്റ് ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഏതായാലും രാഹുലിൻ്റെ അറസ്റ്റിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമോ, ഒപ്പം ഈ കോൺഗ്രസ് രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കോൺഗ്രസ് സ്വീകരിക്കുമോ? ഈ രണ്ട് കാര്യങ്ങളിലും ഏതായാലും വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹം ഒന്നടങ്കം വലിയ ഞെട്ടലിൽ തന്നെയാണ്. കാരണം ഒരു സ്ത്രീ സമൂഹത്തിന് ഒന്നടങ്കം അപമാനം ആയ തരത്തിലുള്ള പ്രവൃത്തികൾ ഒരു MLAയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പാലക്കാട്ടെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ വിഷയത്തിൽ അവർക്ക് വലിയ ഞെട്ടൽ തന്നെയാണ് ഉള്ളത്. ഓരോരുത്തരുടെയും വീടുകൾ കയറി ഇറങ്ങി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ ആളുകളുടെയും വീടുകൾ കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയൊക്കെ പ്രചാരണ രംഗത്ത് പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പാലക്കാട് നഗരസഭയിലെ ഭരണം പിടിക്കാൻ പോകുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലാണ്. രാഹുലിനെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു BJP ഭരിക്കുന്ന ഈ പാലക്കാട് നഗരസഭയൊക്കെ ഇവർ പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസ് വലിയ അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ ഇത്തരം ഒരു മോശം വ്യക്തിയെ പാലക്കാട്ടെ വോട്ടർമാരുടെ വീടുകളിൽ കയറ്റി ഇറക്കിയ ഈ വീടിനകത്ത് കയറ്റാൻ കൊള്ളാത്ത തരത്തിലുള്ള പ്രവൃത്തി ചെയ്തിട്ടുള്ള വ്യക്തിയെ വീടിനകത്ത് കയറ്റി ഇറക്കിയ കോൺഗ്രസ് ഏതായാലും ഈ രാഹുൽ വിഷയത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. ഏതായാലും കോൺഗ്രസ് ഇനി എന്തൊക്കെ പാലക്കാട്ടെ കോൺഗ്രസിന്റെ മറ്റൊരു സ്റ്റാർ സന്ദീപ് വാര്യർ ഇപ്പോൾ ഒളിവിലാണ്. തീർച്ചയായിട്ടും ഗൗതം, സന്ദീപ് വാര്യറും ഇപ്പോൾ ഒളിവിലാണ്. അതായത് നമുക്കറിയാം ഈ ഒരു പരാതി നൽകിയ യുവതിയെ അപമാനിച്ചുകൊണ്ടുള്ള പ്രതികരണം സന്ദീപ് വാര്യറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് മാത്രമല്ല ബോധപൂർവം ആ ഒരു പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയൊക്കെ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് സന്ദീപ് വാര്യറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും സന്ദീപ് വാര്യർ മുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. പൊതുവെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇങ്ങനെ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ സന്ദീപ് വാര്യർക്ക് പാലക്കാട് ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാലക്കാട് നിന്ന് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള മോഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചരടുവലികളും കളികളും ഒക്കെ സന്ദീപ് വാര്യർ അടിയറയിൽ നടത്തുന്നുണ്ട് എന്നുള്ള വിമർശനം കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയ്ക്കാണ് ഈ ഇരയെ അല്ലെങ്കിൽ അതിജീവിതയെ അപമാനിച്ചുകൊണ്ട് ഈ സന്ദീപ് വാര്യർ രംഗത്തെത്തി. ഏതായാലും സന്ദീപ് വാര്യർ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. ആദ്യം നമുക്കറിയാം ഒരു രാഹുലിനെ അറസ്റ്റ് ചെയ്തു, മറ്റൊരു രാഹുൽ മുങ്ങിയിട്ടുണ്ട്. അതിന് പിന്നാലെ സന്ദീപ് വാര്യർ മുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തുടർച്ചയായിട്ട് മൂന്നാം ദിവസവും സന്ദീപ് വാര്യരെ കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പാലക്കാട് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് അരുൺ, ഈ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയാണ് കോൺഗ്രസിന് ഇപ്പോൾ കേരളത്തിൽ. ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഈ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങൾ ഇങ്ങനെ വ്യാപകമായി പുറത്തേക്ക് വരുന്നത്. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിലൊക്കെ പല മാധ്യമങ്ങളും ഒരു സമയത്ത് ഈ ഉത്തരഭാരതത്തിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനാധിപത്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനം നടത്തുകയായിരുന്നു. നോക്കൂ, ഈ കേരളത്തിലാണ് ഒരു MLA 7 ദിവസമായിട്ട് എവിടെയാണ് എന്നതിനെപ്പറ്റി ഒരു വിവരവുമില്ല. അത് ഭരിക്കുന്ന പാർട്ടിയുടെ പോലീസിനും അറിയത്തില്ല, കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും അറിയത്തില്ല MLA എവിടേക്ക് മുങ്ങി എന്നുള്ളത്. എന്തായാലും കേരളത്തിൻ്റെ സാഹചര്യം ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും.